തൃശ്ശൂരെ പോലീസ് മർദ്ദനം. കുന്നംകുളം സ്റ്റേഷനിലാണ് പോലീസ് സ്റ്റേഷനിൽ യുവാവിനെ മർദ്ദിച്ചത്. വിവരാവകാശത്തിൻ്റെ പുറകെ പോയി വലിയ പോരാട്ടത്തിനൊടുവിലാണ് ഈ പറയുന്ന വീഡിയോ എല്ലാം കിട്ടിയത്. ഇപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ശുപാർശ DIGയുടെ ഭാഗത്ത് നിന്ന് പോയിരിക്കുന്നു. ഈ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചതിനെയൊക്കെ ഇവർ പോലീസുകാരെ ലളിതവൽക്കരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നതൊക്കെ. ഈ പോലീസിൻ്റെ സ്വഭാവം എന്താ മാറാത്ത? അവരുടെ വിചാരം ഞങ്ങളാണ് ശിക്ഷിക്കാൻ അധികാരികളെന്നാണ്. ഇത് എന്തെങ്കിലും മാറുമോ ഈ സംസ്കാരം പോലീസിൻ്റെ? അത് നമ്മൾ മാറില്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. കാര്യം ഇതൊരു ജനായത്ത സംവിധാനം ആയതുകൊണ്ട് മാറില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുഴപ്പം കൊണ്ടാണ് മാറാത്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് മാറാത്തത്. കാര്യം നമ്മളും ഈ അധികാരം എന്ന് പറയുന്ന സംഗതി ഇപ്പോഴും ഒരു കൊളോണിയൽ അധികാരത്തോട് ചേർത്ത് വെച്ച് നമ്മൾ കാണുന്ന സാധനം. നമുക്കെല്ലാവർക്കും നമുക്കൊരു ഒരു വില്ലേജ് ഓഫീസിലൊരു ക്ലാസ് 4 ജീവനക്കാരൻ അവിടെ ഒരു സാധാരണക്കാരൻ്റെ അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റിനോ എന്ന് കഴിഞ്ഞാൽ ആ സാധാരണ ശരിക്കും പറഞ്ഞാൽ അയാളെ സെർവ് ചെയ്യേണ്ട വ്യക്തിയാണ്, നമ്മുടെ നികുതി പണം കൊണ്ടാണ്. അപ്പോൾ ആ ക്ലാസ് 4 ജീവനക്കാരും പോലും അധികാരം കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു തരം വൈകാരികതയാണ് ഈ അധികാരം എന്ന് വെച്ചാൽ മറ്റുള്ളവൻ്റെ മേക്കിട്ട് കയറുക എന്നുള്ളത്. അത് വിശേഷം നമുക്ക് ഈ കൊളോണിയൽ സംസ്കാരത്തിൽ നിന്ന് അത് വളരെയധികം വർദ്ധിച്ച് കിട്ടുകയും ചെയ്തു. അത് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഈ പാശ്ചാത്യ കണ്ണുകളിലൂടെയാണ് കാണുന്നത്. ഉദാഹരണത്തിന് നമ്മളുടെ ജനാധിപത്യം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. കാര്യം ഈ VS അച്യുതാനന്ദനും അല്ലെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഈ പണ്ട് നടന്ന ഉത്തരവാദിത്ത പ്രക്ഷോഭത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഇപ്പം പോലും അന്ന് ഇവർ ആ കാലഘട്ടത്തിൽ റെഫർ ചെയ്യുമ്പോൾ ജനായത്ത സർക്കാരിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം എന്നാണ് പറയുക. അന്ന് ജനാധിപത്യ സർക്കാർ എന്നൊരു ഉപയോഗിക്കത്തില്ല. അന്ന് കേരളത്തിൽ ഈ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ജനങ്ങളിലേക്ക് അധികാരം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജനായത്തം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ആയത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു ചേരുക, ജനങ്ങളിലേക്ക് വന്നു ചേരുക എന്നാണ്. അതിനകത്ത് ഭയങ്കരമായ വ്യത്യാസമുണ്ട്. മറിച്ച് മറ്റേത് ഓട്ടോക്രസി, അതേപോലെ എന്താ പറയുക, ഡെമോക്രസി. അപ്പോൾ അവിടെ ഈ ഓട്ടോക്രസിയിലേക്ക് ഈ ജനാധിപത്യം എന്നുള്ളത് സാങ്കേതികമായിട്ട് മാറുന്നേ ഉള്ളൂ. ഈ ക്രസി അവിടെ നിൽക്കുകയാണ്, ആധിപത്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആധിപത്യം അല്ലെങ്കിൽ അധികാരത്തെ ആധിപത്യമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കാണുന്നത് ഈ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഇതിലൂടെയാണ്. അപ്പോൾ സ്വേച്ഛാധിപത്യം ജനാധിപത്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ജനാധിപത്യത്തിലൂടെ അധികാരമേറുന്ന വ്യക്തിയും അറിയാതെ സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകും. അവിടെയാണ് ഈ വാക്കുകൾ വളരെ പ്രധാനമാണ്. നമ്മൾ ഈ ജനാധിപത്യം എന്നുള്ള വാക്ക് നമ്മൾ ബോധപൂർവ്വം ഒന്ന് ഉപേക്ഷിച്ച് നോക്കുമല്ലോ. അതേപോലെ തന്നെ ആയത്തം എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് വന്നു ചേരുക എന്നുള്ള അർത്ഥം. അപ്പോൾ ജനായത്തം എന്ന് പറയുന്ന ആ ഒരവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമുക്കിപ്പോൾ ഇപ്പോൾ പ്രിയൻ ചോദിച്ചതുപോലെ ഈ സംസ്കാരം മാറുമോ? അത് മാറിയേ പറ്റൂ. നമ്മൾ തീരുമാനിക്കണം അത് മാറണോ വേണ്ടേ എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ നിരത്തുകളിലെ ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മാറണം. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അധികാരത്തിന് വേണ്ടിയുള്ള ആ ഒരു ആർത്തി എന്ന് പറഞ്ഞാൽ ഈ ആധിപത്യം സ്ഥാപിക്കുകയും ആ ആധിപത്യം ഉപയോഗിച്ചുകൊണ്ട് വൃത്തികേടുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ പാശ്ചാത്യം പറയുന്നത് പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. പവർ കറപ്റ്റ് ചെയ്യാനുള്ള സാധനമല്ല, ഒരു സംഗതി നടപ്പിലാക്കാനുള്ള ഒരു വഴിയാണ് പവർ. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ അധികാരത്തെ നമ്മൾ നിർവചിക്കുകയും കാണുകയും വേണം. നമ്മൾ ഇയാളുടെ ഈ വെസ്റ്റിലൊരു ചങ്ങാതി പറഞ്ഞതിൻ്റെ ഒരു ലോ ആക്ടൻ പറഞ്ഞതിൻ്റെ ആ ഡെഫിനിഷൻ എടുത്ത് നമ്മൾ ആവർത്തിക്കുകയല്ല വേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഒരു നറേറ്റീവ് ഏറ്റവും പ്രധാന നറേറ്റീവാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ പുതിയ കാലഘട്ടത്തിൽ അത് വളരെ വ്യക്തമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം നമുക്ക് സുതാര്യമായിട്ട് കാണാം. ആ കാഴ്ചയ്ക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ പുതിയ നറേറ്റീവ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നറേറ്റീവിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടി വരും. അത് മാറ്റിയെടുക്കണമെങ്കിൽ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വിചാരിക്കണം. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് ആ ഒരു ചിന്ത പോകണമെന്നുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് ആ ഒരു ധാരണ വരണം. ജനങ്ങളുടെ ഇടയിൽ ഈ ഒരു ധാരണയാണ് ഉള്ളത് വരുമ്പോൾ മാത്രമേ ഈ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല ഇവിടെയൊക്കെ എന്തുകൊണ്ട് ഒരു പ്രതിയെ അവിടെയൊക്കെയാണ് നമുക്ക് നിയമസഭ അതിനു വേണ്ടിയുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് തൊട്ടൊരു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം 6 മണി വരെ അല്ലെങ്കിൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം. ഈ 24 മണിക്കൂറിനകമുള്ള സമയങ്ങൾ മുഴുവൻ ഈ എടുക്കുന്ന നിമിഷം മുതൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ എടുക്കുന്ന നിമിഷം മുതലുള്ള സമയം ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം, വീഡിയോ എടുത്തിരിക്കണം, ഇതിനിടയ്ക്ക് 1 മിനിറ്റ് മിസ്സാകരുത് എന്നുള്ള രീതിയിൽ ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിന് സാങ്കേതികമായിട്ടൊരു ഇടാൻ പറ്റും. അപ്പോൾ അവിടെയാണ് പറയുന്നത് ജനങ്ങൾക്ക് ബോധം ഉണ്ടാവണം. അത് നിയമമായിട്ട് വരാൻ നിയമസഭയിലേക്ക് അങ്ങനെയുള്ള പുതിയ നിയമനിർമ്മാണങ്ങൾ വരണം.
അങ്ങനെ വന്നിട്ട് ഇതിനെ ഈ രീതി പരിഹരിക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ നിരത്തുകളിൽ കാണുന്ന പോലീസിൻ്റെ ഗുണകരമായ വലിയൊരു മാറ്റമുണ്ട്. അതിന് നമ്മൾ കാണാതെ പോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വനിതാ പോലീസുകാർ ഒരു വളരെ ശക്തിയായിട്ട് കേരള പോലീസിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്നിപ്പോൾ നിരത്തുകളിൽ നോക്കണം. പണ്ട് തെറി വിളിക്കുന്ന പോലീസുകാർ അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്ന പോലീസ് കോൺസ്റ്റബിളിൻ്റെ സ്ഥാനത്ത് ഇന്ന് വളരെ സൗമ്യതയോടെ സംസാരിക്കുകയും കൊച്ചു കുട്ടികൾ പോവുകയാണെങ്കിൽ ഈ അമ്മമാരെ പോലെ കുട്ടികളെ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യിക്കുകയും പ്രായമായവർ കാണുകയാണെങ്കിൽ അവർക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള അവസരം കാണിച്ചു കൊടുക്കുകയും പിടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ജനങ്ങളോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു നമുക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്നത് കാണുന്നു. അപ്പോൾ ആ ഒരു കൾച്ചർ പോലീസിലേക്ക് വരണം. എന്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനുകളിലും സ്ത്രീകളെ വെച്ചുകൂടെ? ഒരു ഗണ്യമായ അധികാര പദവികളിലേക്ക് വനിതാ ഇഷ്ടംപോലെ ഓഫീസർമാരൊക്കെ ഉണ്ടല്ലോ, അവരെ നിയമിച്ചുകൂടെ? വളരെ വ്യക്തമായിട്ട് നടക്കും, കൃത്യമായിട്ട് നടക്കും. നമ്മൾ തെറ്റിദ്ധാരണയാണ് അവർ കൃത്യമായിട്ട് നിയമം അനുസരിച്ച്, ഏറ്റവും കൂടുതൽ നിയമം അനുസരിച്ചിട്ട്. ഉദാഹരണത്തിന് നമ്മൾ ചില സംരംഭങ്ങൾ എടുത്ത് നോക്കുക. ഇപ്പോൾ കുടുംബശ്രീയിലൊക്കെ ചില ഉത്തരവാദിത്തമായിട്ട് നടക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അതിഗംഭീരമായിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ ആ പ്രോസസ് ഓറിയൻറ്റഡ് ആണ്. അവരത് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് പ്രോസസ്സിൽ ശ്രദ്ധിച്ചിട്ടാണ് അത് ചെയ്യുന്ന സാധനം. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു ചർച്ചകളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അല്ലാത്തിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കും. കാര്യം നമ്മുടെ നിലവിലുള്ള പോലീസിലെ നല്ലൊരു ശതമാനവും ക്രിമിനൽസാണ്. അതൊരു ഫാക്റ്റാണ്. അതും എഡ്യൂക്കേറ്റഡ് ക്രിമിനൽസ്. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വ്യക്തി ക്രിമിനലായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റും, അവനെ പേടിപ്പിച്ച് നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താനും പറ്റും, നിയമങ്ങളൊക്കെ ഉപയോഗിച്ച് പേടിപ്പിക്കാൻ പറ്റും. പക്ഷെ ഒരു എഡ്യൂക്കേറ്റഡ് ക്രിമിനലിൽ ആദ്യം അവൻ പഴുതുകൾ അടച്ചുകൊണ്ടായിരിക്കും സാധനങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ പോലീസിൽ ഇപ്പോൾ കാണുന്ന സാധനം കോൺസ്റ്റബിൾസ് ആണെങ്കിൽ പോലും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, പിന്നെ ഹൈലി അഗ്രസീവാണ്. കാര്യം നമ്മുടെ സൊസൈറ്റി അഗ്രസീവാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ സാറ്റലൈറ്റ് ചാനലുകൾ എടുത്ത് നോക്കുക. സാറ്റലൈറ്റ് ചാനലുകൾ ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ വന്നിരുന്ന വൃത്തികേടുകളും തെമ്മാടിത്തരങ്ങളും അതല്ലെങ്കിൽ എന്താ പറയുക വഴക്കിടുകയും ചെയ്യുന്ന വെറും പേക്കൂത്ത് കാണിക്കുന്ന ചാനലിനാണ് റേറ്റിംഗ് കൂടുന്നത്. അതിന്റെ കാരണം എന്താ? അശ്ലീലത്തിനാണ് റേറ്റിംഗ്. അതിന്റെ കാരണം എന്താ? അവരുടെ കുഴപ്പമല്ലത്, ജനങ്ങളത് ആഗ്രഹിക്കുന്നു. വി എൻജോയ് ഇറ്റ്. നമ്മളത് എൻജോയ് ചെയ്യുന്നു. നമ്മളത് അതിനെ വെറുതെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്നു. ഒരാളെ ഒന്ന് തെറി വിളിക്കുന്നു. അപ്പോൾ ഈ കലഹം, ഭയങ്കര കലഹപ്രിയരായ ഒരു മനുഷ്യരാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതിൻ്റെ റിപ്പർക്കഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്ട്സ് ആണ് പല രംഗങ്ങളിലും നമ്മൾ കാണുന്നത്. ഇന്ന് കാണുന്ന മാധ്യമങ്ങളിലൂടെ കാണുന്ന അക്രമങ്ങളുടെ വാർത്ത. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാഭാവികമായിട്ടും പോലീസും ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. നല്ലൊരു ശതമാനം നല്ല എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം ഇന്ന് നിലനിൽക്കുന്നത് പറയേണ്ടി വരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഈ ടെററൈസിങ് ആയിട്ടുള്ള, ഇപ്പം മൈത്രി എന്നൊക്കെ പുറത്ത് പറയുമെങ്കിലും ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവരാദ്യം കയറി ചെല്ലുന്ന വ്യക്തി ആരാണെങ്കിലും അവരെ ടെററൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ഒരു പേടി അവരിൽ ജനിപ്പിക്കുക. അപ്പോൾ ആ ഒരു സ്വഭാവം നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാഭാവികമായിട്ടും ഇത് ഇങ്ങനെ തുടരും. മാത്രമല്ല, ഇത് പോലീസിൻ്റെ ഏറ്റവും വലിയൊരു കുറ്റകൃത്യം കാണിച്ചിരിക്കുന്നത്, ഈ കുറ്റകൃത്യം പോലീസിൻ്റെ ഉന്നത അധികാരികളും DGP മുതലുള്ളവരും ആഭ്യന്തരമന്ത്രിക്കും ബോധ്യപ്പെട്ടിട്ടും ഇതുവരെ മറച്ചു വെച്ചും ഉണ്ടായിരുന്ന നടപടിയെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കുറ്റം. ഈ പോലീസുകാരുടെ കുറ്റത്തിന് നമുക്ക് വേണമെങ്കിൽ അത് നിയമം കൊണ്ടുവരണം. പക്ഷെ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ സമൂഹം എന്ന നിലയിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പും അതേപോലെ ഈ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ആ ലീഡർഷിപ്പും ഈ ക്രൈമിനെ കണ്ടിട്ട് അത് മൂടി വെച്ചു എന്നുള്ളതാണ്. അതാണ് കേരളം നേരിടുന്ന ഈ ഒരു ഒറ്റപ്പെട്ട സംഭവം. അല്ലിത് ഇപ്പം നമ്മളുടെ സുരക്ഷയെ നമുക്കിപ്പോൾ ഒരു നീതി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു മലയാളിക്ക് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണെന്നുള്ളതാണ് ഈ കുന്നംകുളം സംഭവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.